ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 7/4/2025 തിങ്കളാഴ്ച ജേഡിന് ആദ്യമായിട്ട് സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞ് എഴുന്നേറ്റു. 9 മണി തൊട്ട് 10:30 വരെയാണ് കേട്ടോ ഈ ഒരാഴ്ചയിൽ നഴ്സറി ടൈമിങ്. അപ്പം കൊച്ചിന് ഇന്നലെ രാത്രി തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നഴ്സറി പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വിളിച്ചപ്പോഴേ അവൻ ചാടി എഴുന്നേറ്റു കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സിൽ ഇന്നലെ അവന് പുതിയ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ബാഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതുകൊണ്ടൊക്കെ കൊണ്ടുപോകാമല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ അത് മാത്രമല്ല, സെറ എന്നും സ്കൂളിൽ പോകുന്ന കണ്ടിട്ട് അവന് പോകാനൊരു താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം തന്നെ കഴിച്ചു. ദോശയും സാമ്പാറുമായിരുന്നു, അത് കൊടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ. റെഡിയായി എന്ന് പറയുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കൊച്ചിന് ഞാൻ 2 ദിവസം മുന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, കുഞ്ഞ് പോകുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു സങ്കടമാണല്ലോ എന്നൊക്കെ. അപ്പം അത് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുഞ്ഞ് എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ, ഞാൻ ഓടി വരും അമ്മ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അമ്മ കരയണ്ട, ഞാൻ ഓടി വരും, കരയണ്ടെന്നങ്ങനെ ഫുള്ളായിട്ടങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, എന്നാലും അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും നമുക്കത് മനസ്സിലാവുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവൻ പോകുന്നത്. അങ്ങനെ റെഡിയായി. വാട്ടർ ബോട്ടിലും എന്തേലും ചെറിയ സ്നാക്സ് ഐറ്റംസ് മതി എന്ന് മാഡം ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു 3-4 ബിസ്ക്കറ്റും പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മാത്രമേ ബാഗിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ തന്നെയാണ് കേട്ടോ എല്ലാം എടുത്തു തരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ചിരുവിന് എൻ്റെ മടിയിൽ കയറിയിരുന്ന് കുറച്ച് നേരം കൂടെ കാരണം 15 മിനിറ്റും കൂടി ഉണ്ടായിരുന്നു പോകാനായിട്ട്. ഇന്നലെ കുറച്ച് വണ്ടികളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേതെങ്കിലും ഒരു വണ്ടി കൊണ്ടുപോകട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുവാണ്. ഈ ഒരു ഓറഞ്ച് വണ്ടി, അവൻ്റെ ഇഷ്ടമുള്ള കളറും ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് വണ്ടി ഞാൻ ബാഗിലാകെ കൊണ്ടുപോട്ടെ എന്ന് അവൻ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാലും എങ്ങനെയാലും എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ച് അതൊന്ന് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ അവിടെ മേടിച്ച് വെച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇന്നലെ പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങൾ കുർബാന ഏൽപ്പിച്ചു കൊച്ചിന് വേണ്ടി വെച്ചിട്ട്. പിന്നെ കുർബാനയെല്ലാം കഴിഞ്ഞ ശേഷം അച്ഛനെയും കൊണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ ഇന്നലെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇന്ന് സ്കൂളിലോട്ട് പോകുന്നതിന് മുന്നേ ചെറുതായിട്ട് ഇതെല്ലാം പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും ഇപ്പോൾ സെറായിക്കാണെങ്കിലും ജെയ്ഡിനാണെങ്കിലും ആരാണെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി എന്തും ഉള്ളൂ. അപ്പം ഇന്നും അതുപോലെ പതിവ് പോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മയൊക്കെ എത്ര വേണേലും തരും കേട്ടോ, അതിനൊന്നും ഒരു മടിയില്ല. അങ്ങനെ ഇതേണ്ടേ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. ഞാൻ തിരിച്ചു ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ പോകാനായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. 8:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. 5 മിനിറ്റ് വേണ്ടു കേട്ടോ നഴ്സറിയിലോട്ട് എത്താനായിട്ട്. അങ്ങനെ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത്. ബാഗ് പോലും എൻ്റെ കയ്യിൽ തരത്തില്ലായിരുന്നു. അവൻ തന്നെ ബാഗ് ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വലിയ കനമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവൻ്റെ കയ്യിലോട്ട് തന്നെ കൊടുത്തു. ഞാൻ മേടിച്ച് പിടിച്ചില്ല. ഏതായാലും സന്തോഷത്തോടെ പോകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബാഗ് മേടിച്ച് പിടിച്ചിട്ട് വിഷമമാണല്ലോ എന്ന് വിചാരിച്ച് ബാഗും അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടാണ് അങ്ങനെ അങ്ങ് താഴോട്ട് ഇറങ്ങിയത്.
വഴിയിലൂടെ പോകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് കേട്ടോ ആൾ നടക്കുന്നത്. ഏതായാലും സമയമുള്ളത് കൊണ്ട് പിന്നെ അധികം തിരക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാം കണ്ട് കേട്ട് വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇതാണ് കേട്ടോ നഴ്സറിയുടെ ഉൾഭാഗമാണിത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിള്ളേരെ എല്ലാം അവിടെ ഇരുത്തി. ഞങ്ങളോട് പുറത്ത് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. പിള്ളേരെല്ലാം കരഞ്ഞു കണ്ടാ തോന്നുന്നു. അവനും ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. തിരിച്ച് 10:30 ചെന്നപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ കൂടെ ജെയ്ഡും കരയുന്നുണ്ടായിരുന്നു. എന്നാലും മാഡം പറഞ്ഞു മറ്റു പിള്ളേരെ അപേക്ഷിച്ച് അവൻ തീരെ കരഞ്ഞില്ല. പിള്ളേർ കരയുന്നത് കണ്ടുകൊണ്ടാണ് അവനും ചെറുതായിട്ടൊന്ന് കരഞ്ഞത്. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. പിന്നെ സെറ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. സ്കൂളിൽ ജെയ്ഡിൻ്റെ ഫസ്റ്റ് ഡേനെ കുറിച്ച് ചോദിക്കലും എങ്ങനെയുണ്ടായിരുന്നു, ആരാണ് ക്ലാസ് ടീച്ചർ, അതൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സെറ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തിയേക്കണേ. ഇനിയിപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.